ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ, മീൻസ് ആ ഒരു പുരുഷൻ സത്യസന്ധനാണ്, നിങ്ങളോട് അത്രയധികം സ്നേഹമുണ്ട്, ജെന്യുവൻ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഞാനിതിൽ ഒരിക്കലും ഉദ്ദേശിക്കുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ എന്നുള്ളതൊന്നല്ല. എങ്കിലും നിങ്ങളോട് സത്യസന്ധത പുലർത്തുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് ഈ പോയിന്റുകൾ തന്നെ ധാരാളമാണ്. ഇതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരുടെ ഫോൺ ഒന്ന് റിങ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ അതിലൊരു മെസ്സേജ് വരുമ്പോൾ, ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അവർക്ക് യാതൊരു ടെൻഷനും സ്ട്രെസ്സും ഒന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ചില ആളുകൾക്ക് നേരെ തിരിച്ചാണ്. ഫോണൊന്നും അടിച്ചു കഴിഞ്ഞാൽ പേടിയാണ്, അയ്യോ ആരാണാവോ വിളിക്കുന്നുണ്ടാവുക. എന്നിട്ട് ചിലപ്പോൾ അവർ സ്നേഹിക്കുന്ന, അതായത് അവരുടെ ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ഭാര്യ ഉണ്ടെങ്കിലോ ഒന്ന് നോക്കും, അവൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത്. മെസ്സേജ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ആകെപ്പാടൊരു പേടിയും വെപ്രാളവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ശരിക്കും ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, റിലേഷൻഷിപ്പിൽ സത്യസന്ധനായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ യാതൊരു പേടിയും അവരിൽ കാണാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവുക മാനസിക അടുപ്പത്തിനായിരിക്കും എന്നുള്ളതാണ്. ഫിസിക്കലി ആയിട്ടുള്ള ആ ഒരു അടുപ്പം അത് കഴിഞ്ഞിട്ടാവും അവർ, മീൻസ് അത് കഴിഞ്ഞിട്ടുള്ള പ്രാധാന്യമാണ് കൊടുക്കുന്നുണ്ടാവുക. ഏറ്റവും കൂടുതൽ മാനസികമായിട്ടുള്ള അടുപ്പത്തിനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവാം. ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കുക, കൂടുതൽ അടുക്കുക, എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക, അങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് കൂടുതൽ അവർ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. അതായിരിക്കും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ അടുത്തിരിക്കുന്ന സമയത്തൊക്കെ അവർ കൂടുതൽ നമ്മളോട് സംസാരിക്കാൻ, അത്തരത്തിലുള്ള ഇമോഷണൽ ഇന്റിമസി കൂടുതലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഫിസിക്കൽ ഇന്റിമസിയേക്കാൾ കൂടുതൽ ഇമോഷണൽ ഇന്റിമസിക്കാണ് ഇക്കൂട്ട് പ്രാധാന്യം നൽകുന്നുണ്ടായിരിക്കും. ഇനി മൂന്നാമതൊരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് ഇവരുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടാവും, അതേപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ച് നിങ്ങളോടും അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് ശരിക്കും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആളുകൾ മാത്രം ചെയ്യുന്ന കാര്യമാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒളിച്ചു വെക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആരോടും നിങ്ങളെക്കുറിച്ച് അവർ പറയില്ല. അതേപോലെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ചുറ്റുവട്ടത്തുമുള്ള അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് നിങ്ങളോടും പറയില്ല. അതിന്റെ കാരണം ഇത് പുറത്തു പോകരുത്, ഈ ഒരു റിലേഷൻഷിപ്പ് പുറത്തറിയരുതെന്ന് അവർക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. നേരെ മറിച്ച് അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ചോ വീട്ടുകാരെ കുറിച്ചൊക്കെ നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചും അവരുടെ ഫ്രണ്ട്സിനോട് മറ്റൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല പേഴ്സണാണ്, ജെന്യുവൻ ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവർക്ക് എത്ര വലിയ തിരക്കുണ്ടെങ്കിലും അവർ നിങ്ങളെ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ സമയം കണ്ടെത്താൻ തയ്യാറാവും എന്നുള്ളതാണ്. അതിലൊന്നും യാതൊരു രീതിയിലും ക്ഷാമം നമുക്ക് കാണാൻ പറ്റില്ല. അതായത് വിളിക്കാതെ മെസ്സേജ് അയക്കാതെ ഇരിക്കില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ തിരക്കാണെന്ന് പറഞ്ഞിട്ട് വിളിക്കാതിരിക്കുന്ന കുറേ ആളുകളുണ്ട്. ചിലരെങ്ങനെയാണെന്ന് അറിയോ, തിരക്കില്ലെങ്കിൽ കൂടി വിളിക്കില്ല, മെസ്സേജ് അയക്കില്ല. എന്നിട്ട് വിളിക്കുമ്പോൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു, ഞാൻ അത് ചെയ്യായിരുന്നു ഇത് ചെയ്യായിരുന്നു, എൻ്റെ ഇടയിൽ സമയം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. സംഭവം അതും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതിൻ്റെ ഇടയിൽ കുറേ സമയം വെറുതെ ഇരിക്കുന്നുണ്ടായിരിക്കും, എങ്കിലും വിളിക്കും മെസ്സേജ് അയക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ശരിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന ആളെങ്ങനെയായിരിക്കും എന്നറിയോ, അവർക്കിപ്പോൾ തിരക്കായിരിക്കാം, ചിലപ്പോൾ നല്ല തിരക്കുണ്ടാവും, പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം കിട്ടുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ അവർക്കൊരു സമാധാനമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ സമയം കണ്ടെത്തുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇവർക്ക് ഫീമെയിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ എല്ലാവരിലും ഇവരൊരു ക്ലിയർ ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. മറ്റു പെൺകുട്ടികളൊക്കെ കൂട്ടുകാരായിട്ടുണ്ടാകും, അവരോട് വിളിക്കലും സംസാരിക്കലും കാണലും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു പരിധിയിൽ കവിഞ്ഞ് ഒരു സൗഹൃദം ഇവരൊരിക്കലും വെച്ച് സൂക്ഷിക്കില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ചാറ്റ് എടുത്ത് നോക്കാം, മോശമായിട്ടുള്ളൊരു കാര്യങ്ങളും അതിലുണ്ടായിരിക്കില്ല, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചാറ്റും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. ആ ചാറ്റോ അല്ലെങ്കിൽ ആ കോളോ നിങ്ങൾ നോക്കുന്നതോ അറ്റൻഡ് ചെയ്യുന്നതോ അവർക്കൊരു പ്രശ്നമായിരിക്കില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ജസ്റ്റ് ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ മാത്രം മറ്റുള്ള പെൺകുട്ടികളുമായിട്ടുള്ള സൗഹൃദം അവർ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. അങ്ങനെ കാണാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ആ പേഴ്സണൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വിശ്വസിക്കാം, അവർ വളരെ ജെന്യുവൻ ആയിട്ടുള്ള, നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്ന, ഈ റിലേഷൻഷിപ്പിൽ അത്രയധികം സത്യസന്ധതയുള്ള പേഴ്സൺ ആണ് എന്നുള്ളത്. സോ നിങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു സംശയമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഈ സൈനുകളൊക്കെ കാണുകയാണെങ്കിൽ അത് ഉറപ്പാണ്, അവർ നിങ്ങൾ അത്രയും സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റു പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു സംശയവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആരുമായിട്ടോ കൂട്ടാവുന്നുണ്ടെങ്കിലും നിങ്ങളെക്കാൾ ഉപരി ആവില്ല അവർക്ക് മറ്റൊന്നും എന്നുള്ളത് ഈ കാര്യങ്ങളിലൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. സോ തിരിച്ച് സ്നേഹിക്കുക, നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്